സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിലകം വർത്തമാനകാല സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മാതൃകാപരമായ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. സെൻറ്റ് ജോസഫ്സ് ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു പുതിയ യൂട്യൂബ് ചാനൽ ഈ സ്കൂളിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. സ്കൂളിലുള്ള കുട്ടികളുടെ സർഗ്ഗശേഷി വികസിപ്പിക്കുന്നതിനും കൂടുതൽ തലങ്ങളിലേക്ക് അറിവ് ഉയർത്തുന്നതിനും വേണ്ടി ഇത്തരം ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് മറ്റ് സ്കൂളുകൾക്ക് അനുകരണീയമായ ഒരു മാതൃകയാണ്. അനന്തമായ സാധ്യതകൾ സാങ്കേതികവിദ്യ വളർച്ചയിലൂടെ ഉണ്ടായപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഓരോ സ്കൂളും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ പരിപാടികൾ സ്കൂളുകൾ ഇപ്പോൾ അനുവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തനതായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തികച്ചും ഗുണകരമാണ്. ഇത്തരം പരിപാടികൾ സമൂഹത്തിന് നൽകുന്ന ചില ആശയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. സാങ്കേതികവിദ്യ വളരുന്നതനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും അത് പകർത്തണം എന്നുള്ള ഒരാശയമാണ് ഇതിലൂടെ സമൂഹത്തിന് നൽകുന്നത്. തീർച്ചയായും ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും ഉണ്ടായിരിക്കും. സമൂഹത്തിൻ്റെ മൊത്തം ആശംസകളും ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എല്ലാ ആശംസകളും സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകുന്നു. കയ്പമംഗലം മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതും വളരെ പ്രശസ്തമായ നിലയിൽ ഇപ്പോൾ നിൽക്കുന്നതുമായൊരു വിദ്യാലയം സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഇപ്പോൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വളർന്നു വരുന്ന സമയമാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾ തന്നെ അതിന് നേതൃത്വം വഹിക്കുന്നു എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. നാം എപ്പോഴും പറയാറുണ്ട്, ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയാറുണ്ട്, ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം നൽകണം എന്ന് പറയാറുണ്ട്. ആ ഇതുപോലും അക്കാര്യം ഉൾപ്പെടെ ഈ ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സെൻറ്റ് ജോസഫ്സ് ബീറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചാനൽ തീർച്ചയായും കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള സർഗാത്മക വാസനകൾ ഉൾപ്പെടെ പരിപോഷിക്കാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കാണെങ്കിൽ കുട്ടികളുടെ എത്ര ശേഷിയുള്ള കുട്ടികളാണ് നമുക്ക് ചുറ്റുവട്ടമുള്ളത്. ആ ശേഷിയുള്ള കുട്ടികളെ എങ്ങനെയാണ്, പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാഹിത്യ സമാജം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ വളരെ തിരക്ക് പിടിച്ച് ഉള്ള രീതിയിൽ കുട്ടികളാകുമ്പോൾ അത്തരം സംവിധാനങ്ങൾക്കൊക്കെ കുറവ് വരികയാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അതുപോലെ പഠന അനുബന്ധ പ്രവർത്തനങ്ങൾ ഒക്കെ എല്ലാത്തിനുള്ള ചാൻസ് ഉള്ള ഈ യൂട്യൂബ് ചാനൽ ഏറ്റവും ഭംഗിയായി കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കൊക്കെ പ്രയോജനകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. മതിലകം സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 114 വർഷം പഴക്കമുള്ള സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയമാണ്. വിദ്യാർത്ഥികളുടെ ക്രിയാത്മകത വർദ്ധിപ്പിക്കുന്നതിനും മികവുകൾ ജനങ്ങളിലെത്തിച്ച് കുട്ടികൾക്ക് ആത്മവിശ്വാസം വളർത്തുന്നതിനും പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനും സെൻറ്റ് ജോസഫ്സ് ബീറ്റ്സ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ മികവുകളുടെ വാർത്തകളും പ്രവർത്തനങ്ങളുടെ ഡോക്യുമെൻ്ററിയുമായി കുട്ടികൾ തന്നെ അവതാരകരായുള്ള ഈ ചാനൽ 30/11/2018 വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ്. പ്രസ്തുത സന്ദർഭത്തിൽ ഈ ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയും അതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള വിദ്യാലയങ്ങൾക്ക് മാതൃകാപരമായ ഒരു പ്രവർത്തനവും കൂടിയാണ് ഈ വിദ്യാലയം കാഴ്ചവെക്കുന്നത്. ഈ സന്ദർഭത്തിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിലകം. പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വിദ്യാലയവുമാണ്. മികച്ച പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ ഈ സ്കൂൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ SLC പരീക്ഷയ്ക്ക് 46
ഫുൾ A+ഓടെ 100% വിജയം നേടാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ എല്ലാ തരത്തിലുമുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ ഈ സ്കൂൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമായ സെൻറ്റ് ജോസഫ് ബീറ്റ്സ് എന്ന ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, മതിലകം സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ ഇന്ന് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമാവുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഇപ്പോൾ 400-ൽ പരം വിദ്യാർത്ഥികൾ SLC പരീക്ഷ എഴുതിയതിൽ തന്നെ വലിയ ശതമാനം തന്നെ A+ നേടിക്കൊണ്ട് മികച്ച വിജയം നേടിയതും സെൻറ്റ് ജോസഫിനെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ സ്കൂളിൻ്റെ പ്രവർത്തനം വിപുലമാക്കുന്ന രീതിയിലുള്ള PTയുടെയും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിൻ്റെയും വിദ്യാർത്ഥികളുടെ എല്ലാം HMൻ്റെയും ഒക്കെ തന്നെ മികച്ച ബന്ധം വയ്ക്കുന്ന രീതിയിൽ, ജനങ്ങളുമായി ബന്ധം വയ്ക്കുന്ന രീതിയിൽ ഒരു ജനീയ സ്കൂൾ എന്ന അർത്ഥത്തിലേക്ക് പൊതുവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ സ്കൂളിൻ്റെ പ്രവർത്തനം ഇനിയും കൂടുതൽ മേഖലയിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സ്കൂളിൽ സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ ബീറ്റ്സ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ പുതിയതായി ആരംഭിക്കുകയാണ്. കുട്ടികളുടെ കലാ പരിപാടികളും അതുപോലെ മറ്റ് സാംസ്കാരിക പരിപാടികളും അതോടൊപ്പം തന്നെ വാർത്താ പരിപാടികളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മികച്ച ഒരു പരിപാടിയാക്കി അതിനെ മാറ്റുമെന്ന തരത്തിൽ തർക്കമില്ലാത്തതാണ്. ഇവിടെ സെൻറ്റ് ജോസഫ് ഇനിയും കൂടുതൽ മേഖലയിലേക്ക് വിരാജിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ജനങ്ങളുടെ സഹകരണം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇനിയും വളരെ ഉയരത്തിലേക്ക് സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ ഉയർന്നു പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചെറിയ വാക്കുകളുടെ സംസാരിക്കുന്നു. ഞാൻ പഠിച്ച മതിലകം സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ 100% പരീക്ഷാ വിജയം കൊണ്ടും കലാകായിക രംഗത്ത് മികവ് കൊണ്ടും ജില്ലയുടെ അഭിമാനമായി മാറിയ എൻ്റെ പ്രിയ കലാലയം. നൂതന സാങ്കേതികവിദ്യയുടെ ഈ കാലത്ത് കുട്ടികളുടെ സർഗാത്മകത കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനായി ആരംഭിക്കുന്ന പുതിയ സംരംഭം യൂട്യൂബ് ചാനൽ സെൻറ്റ് ജോസഫ് ബീറ്റ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും. നമസ്കാരം. 114ഓളം വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മതിലകം സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. എൻ്റെ ഗുരുസ്ഥാനീയനായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംവിധായകൻ ശ്രീ കമൽ സർ അടക്കമുള്ള ഒട്ടേറെ പ്രമുഖർ ഇവിടെ പഠിച്ചവരാണ് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ തന്നെ അവതാരകരും അണിയറ പ്രവർത്തകരുമായി പ്രവർത്തിച്ചുകൊണ്ട് ഒരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് എന്നറിഞ്ഞു. ഈ സാങ്കേതിക വിദ്യയ്ക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഇന്നത്തെ ഈ സമൂഹത്തിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് അങ്ങേയറ്റം പ്രയോജനകരമായി തീരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. സെൻറ്റ് ജോസഫ്സ് ബീറ്റ്സ് എന്ന ഈ യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, മതിലകം സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃശ്ശൂർ ജില്ലയിൽ എന്നല്ല കേരളത്തിൽ തന്നെ പ്രസിദ്ധിയാർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ വിദ്യാലയം പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും കലാ, കായിക, സാംസ്കാരിക രംഗങ്ങളിലും ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികൾ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മറ്റൊരു പൊൻതൂവലാണ് സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന സെൻറ്റ് ജോസഫ് ബീറ്റ്സ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ. സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച നിരവധിയായ വിദ്യാർത്ഥിനികൾ ഇന്ന് കേരളത്തിൻ്റെ എന്നല്ല ദേശീയ തലത്തിൽ പോലും അറിയപ്പെടുന്ന അഭിമാന ഭാജനങ്ങളായിട്ട് നിലകൊള്ളുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 10ാം തരത്തിൽ വിദ്യാലയത്തിന് 100% വിജയം ലഭിക്കുകയും അതോടൊപ്പം തൃശ്ശൂർ ജില്ലയിൽ
കലാകായിക മേഖലയിൽ വർഷങ്ങളായിട്ട് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. സംസ്ഥാനത്ത് തന്നെ എയ്ഡഡ് മേഖലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ വിദ്യാലയത്തിൽ നിരവധിയായ അധ്യാപകരും PTA ഭാരവാഹികളുടെയും നിരന്തര പരിശ്രമ ഫലമായിട്ട് സ്കൂളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർക്കുകയാണ് സെൻറ് ജോസഫ് ബീറ്റ്സ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ മുജീബ് മാസ്റ്റർക്കും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും PTA ഭാരവാഹികൾക്കും എല്ലാ തരത്തിലുള്ള ആശംസകൾ നേരുന്നു. ഈ ഉദ്യമം വഴിയായിട്ട് വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികൾക്ക് തങ്ങളുടെ കലാപരമായ സാഹിത്യപരമായ കഴിവുകൾ കണ്ടെത്തി അത് വളർത്തുവാനും അങ്ങനെ സമൂഹത്തിന് ഒരുപാട് നന്മ ഇതിലൂടെ കൈവരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചാനലിലൂടെ നിരവധിയായ കുരുന്നു പ്രതിഭകൾ വളർന്നു വരുവാനും അവർക്ക് സമഗ്ര വികസനത്തിന് സമഗ്ര വളർച്ചയ്ക്ക് ഈ ചാനൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക, കലാ, കായിക, വിനോദ രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന, എക്കാലത്തും മികവ് പുലർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ വിദ്യാലയം പൊതുപരീക്ഷയിലും 100% വിജയം കരസ്ഥമാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് മികവുറ്റ വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ക്രിയാത്മകത വർദ്ധിപ്പിച്ച് കുട്ടികൾക്ക് ആത്മവീര്യം പകർന്നു തരുന്നതിനായി, അത് നാട്ടുകാർക്ക് എത്തിക്കുന്നതിനായി മറ്റൊരു നൂതന സംരംഭത്തിനു കൂടി തുടക്കമിടുകയാണ് മുജീബ് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഈ വിദ്യാലയം. സെൻറ് ജോസഫ്സ് ബീറ്റ്സ് എന്ന പേരിൽ ആരംഭിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഞാൻ. സ്ഥിരോത്സാഹത്തിൻ്റെയും കർമ്മോത്സുകതയുടെയും പര്യായമായ മധുരകം ഗ്രാമപഞ്ചായത്തിൻ്റെ സംഭാവനയായ നൂറ്റാണ്ട് പിന്നിട്ട നമ്മുടെ സെൻറ് ജോസഫ് ഹൈസ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് സുപരിചിതമാണെങ്കിലും മറ്റുള്ളവരെ കൂടി, നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന മറ്റു മലയാളികളെ കൂടി അറിയിക്കേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തീർന്നിരിക്കുകയാണ്. അതിലേക്കായി നാം നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. ചാനലിൻ്റെ പേര് സെൻറ് ജോസഫ് ബീറ്റ്സ് എന്നാണ്. ഈ ചാനലിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുവാൻ PTA പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാനും എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് PTA പ്രതിനിധികളും സദാ സന്നദ്ധരായിരിക്കുമെന്നും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് കലാകാരന്മാരെയും കലാപ്രതിഭകളെയും വളർത്തിക്കൊണ്ടുവന്ന മധുരകം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഹൈസ്കൂൾ എന്ന നിലയിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സെൻറ് ജോസഫ് സ്കൂൾ. സ്കൂളിൻ്റെ പ്രതിഭകളെയെല്ലാം തന്നെ നമ്മളുടെ ഈ പ്രദേശത്ത് മാത്രം നിറഞ്ഞു നിൽക്കാതെ മറ്റുള്ളവരിലേക്കും എത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ സ്കൂൾ തുടങ്ങുന്ന ഈ യൂട്യൂബ് ചാനലിന് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിൻ്റെ മെമ്പർ എന്ന നിലയിലും ഈ സ്കൂളിൻ്റെ MPTA എന്ന പ്രസിഡൻ്റ് എന്ന നിലയിലും എൻ്റെയും MPTAയിലെ എല്ലാ അംഗങ്ങളുടെയും എല്ലാവിധ പിന്തുണയും ആശംസകളും അറിയിക്കും. മതിലകം സെൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളിലൂടെ, കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഒരുപാട് അഭിമാനകരമല്ലാത്ത ഒരു ഭൂതകാലത്ത് നിന്ന് വളരെ അഭിമാനകരമായ
ഒരു വർത്തമാനകാലത്തേക്ക് വളർന്നിരിക്കുകയാണ്. ഇന്ന് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും ദേശീയ തലത്തിലുമൊക്കെ തന്നെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് കല, കായിക, ശാസ്ത്ര മേഖലകളിലും പഠന മേഖലയിലും അറിയപ്പെടുന്ന, തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഒരു പുതിയ നാഴികക്കല്ല് എന്ന നിലയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ സെൻറ്റ് ജോസഫ്സ് ബീറ്റ്സ് എന്ന പേരിൽ ആരംഭം കുറിക്കുകയാണ്. ഇത് നമുക്കറിയാം, ടെക്നോളജിയുടെ ഒരു യുഗമാണ്. ഏത് സമൂഹത്തിനും മാറുന്ന ടെക്നോളജി അനുസരിച്ച് സ്വയം മാറ്റം വരുത്തിയില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സാങ്കേതിക രംഗത്ത് മികവ് പുലർത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ കുട്ടികളെ വാർത്തെടുക്കുവാനാണ് ഈ ചാനലിൻ്റെ ആരംഭം കുറിക്കുന്നത്. ഇത് ഒരു ചാനലെന്ന് പറയുമ്പോൾ മറ്റ് TV ചാനലുകൾ പോലെ അത്രയുള്ള ഒരു നിലവാരമോ ഒരു പ്രൊഫഷണൽ ലുക്കോ ഒരിക്കലും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇത് ഒരു ഷോ എന്നതിനേക്കാളും അപ്പുറം കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ വാർത്താ അവതാരകരും അതുപോലെ ഡോക്യുമെൻ്ററി അവതാരകരും പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ കുട്ടികളാണ്. അവരുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആ നിലക്ക് ഈ ചാനലിനെ വിലയിരുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ചാനൽ വിജയിക്കും എന്നതിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിൻ്റെയും ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള സപ്പോർട്ട് ഈ കുട്ടികൾക്കുണ്ടാവും എന്ന ഉറപ്പ് തീർച്ചയായും എനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഈ ചാനലിന് എല്ലാവിധ സപ്പോർട്ടും മാന്യ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അതുപോലെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എല്ലാ അഭ്യുദയകാംക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. Consuming the light through the windows of information and technology was vastly open for us. We passed our aspiration. Help us to fulfill by bestowing your blessings generously. Once again, dreaming of a new Kerala, Kerala Prairie is celebrated by the blooming buds of St. Joseph's spread as colored pearls. Let's welcome the expectations of tomorrow. The literary and painting workshop attended by 15 children was really a new experience. St. Joseph Madilagam always differ in providing opportunity to develop skills in a better way. Literary and painting workshop held on November 2nd and 3rd was held by the eminent personalities like UK Suresh Master, Sudesh Ammaveedu, Anil Killikulangara, Manoj Vallivattam. St. Joseph's Madilagam host the Sub-District Youth Festival, once again creating the festive atmosphere, overcoming the pangs of flood. St. Joseph sustained the prominence by securing the position first with a grade in competed 30 items. Health Department conducted an awareness class about Anti-Tobacco Day on 9th 2 p.m. in the multimedia for SPC and JRC cadets. Program was conducted by 3 health inspectors and Dr. Rencia. The class was really beneficial for all students. A comprehensive project that is part of Kaipamangalam constituency, commenced by MLA E.T. Tyson Master in connection with Akshara Kairali and Swaraksha, was a most spectacular event to save Earth
by collecting plastic bottles. The prize was donated to the success of Navakerala Nirmirikai. The St. Joseph HSS Madilagam won overall championship for the 7th consecutive year at Kodingalur sub-district level sports. The Gems of St. Joseph write their names in golden letters in state school sports held at University Stadium, Trivandrum. Rishikesh, who won high position in 400 meter, 110 meter hurdles in state level sports, became a glowing star. Radia PB of standard 10K, a good athlete who participated in category of 800 meter, 1500 meter for 2 consecutive years. Alan Chaju of +2 computer science participated under 90 category of 100 meter, 200 meter and 4x100 meter relay at state level competition. Ashwin Krishna, who won medal in shot put in under 90 category. Please subscribe our YouTube channel and don't forget to press the bell icon. Thank you.